ലേവ്യർ 14-ാം അധ്യായം. കർത്താവ് മോശയോട് പറഞ്ഞു, കുഷ്ഠരോഗിയെ സംബന്ധിച്ച നിയമം അവൻ്റെ ശുദ്ധീകരണ ദിനത്തിൽ ഇതായിരിക്കട്ടെ. അവനെ പുരോഹിതൻ്റെ പക്കലേക്ക് കൊണ്ടുവരണം. പുരോഹിതൻ പാളയത്തിന് പുറത്തേക്ക് ചെല്ലണം. അവനെ പുരോഹിതൻ പരിശോധിക്കുമ്പോൾ ഇതാ, കുഷ്ഠരോഗിയിൽ നിന്ന് കുഷ്ഠബാധ സുഖപ്പെട്ടിരിക്കുന്നു. പുരോഹിതൻ കൽപ്പിക്കുകയും അപ്പോൾ അവൻ ശുദ്ധിയുള്ളതും ജീവനുള്ളതുമായ 2 പക്ഷികൾ, ദേവദാരുത്തടി, ചെമന്ന നൂൽ, ഹിസ്സോപ്പ് എന്നിവ തന്നെ ശുദ്ധീകരിക്കുന്നതിന് എടുക്കുകയും വേണം. പുരോഹിതൻ കൽപ്പിക്കുകയും അപ്പോൾ അവൻ ഉറവവെള്ളത്തിനു മീതെ മൺപാത്രത്തിലേക്ക് ഒരു പക്ഷിയെ അറക്കുകയും വേണം. അവൻ ജീവനുള്ള പക്ഷിയെയും ദേവദാരുത്തടി, ചെമന്ന നൂൽ, ഹിസ്സോപ്പ് എന്നിവയും എടുത്ത് ഉറവവെള്ളത്തിനു മീതെ വെച്ച് അറക്കപ്പെട്ട പക്ഷിയുടെ രക്തത്തിൽ അവയും ജീവനുള്ള പക്ഷിയെയും മുക്കി കുഷ്ഠത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടേണ്ടവൻ്റെ മേൽ 7 പ്രാവശ്യം തൂകുകയും അവനെ ശുദ്ധിയുള്ളവനായി പ്രഖ്യാപിക്കുകയും ചെയ്യണം. അനന്തരം ജീവനുള്ള പക്ഷിയെ തുറസായ ഇടത്ത് പറത്തിവിടണം. ശുദ്ധീകരിക്കപ്പെടേണ്ടവൻ തൻ്റെ വസ്ത്രങ്ങൾ കഴുകി രോമം മുഴുവനും ക്ഷൗരം ചെയ്ത് വെള്ളത്തിൽ കുളിക്കണം. അപ്പോൾ അവൻ ശുദ്ധിയുള്ളവനാകും. അതിനുശേഷം അവൻ പാളയത്തിൽ വരട്ടെ. എന്നാൽ 7 ദിവസത്തേക്ക് അവൻ തൻ്റെ കൂടാരത്തിനു വെളിയിൽ താമസിക്കണം. 7-ാം ദിവസമാകുമ്പോൾ അവൻ തൻ്റെ രോമം മുഴുവനും, അതായത് തൻ്റെ തലയും താടിയും പുരികവും ക്ഷൗരം ചെയ്യണം. രോമം മുഴുവനും വടിച്ച് തൻ്റെ വസ്ത്രങ്ങൾ അലക്കി വെള്ളം കൊണ്ട് അവൻ ദേഹം കഴുകണം. അപ്പോൾ അവൻ ശുദ്ധിയുള്ളവനാകും. 8-ാം ദിവസം അവൻ തികവുറ്റ 2 മുട്ടാട്ടിൻകുട്ടികളെയും 1 വയസ്സുള്ള തികവുറ്റ 1 പെണ്ണാടിൻകുട്ടിയെയും ധാന്യയാഗത്തിനായി എണ്ണ ചേർത്ത 3 ഇസറോൻ നേരിയ മാവും 1 ലോഗ് എണ്ണയും കരുതണം. ശുദ്ധീകരണകർമ്മം നടത്തുന്ന പുരോഹിതൻ അവയോടൊപ്പം ശുദ്ധീകരിക്കപ്പെടേണ്ട ആളോടുകൂടെ അവ കർത്തൃസന്നിധിയിൽ സമാഗമ കൂടാരവാതിൽക്കൽ നിർത്തട്ടെ. പുരോഹിതൻ 1-ാമത്തെ മുട്ടാടിനെ എടുത്ത് അതിനെ 1 ലോഗ് എണ്ണയോടുകൂടെ പ്രായശ്ചിത്തയാഗമായി കൊണ്ടുവന്ന് അവയെ കർത്താവിൻ്റെ മുമ്പിൽ നീരാജനം ഒഴിയണം. പാപമുക്തിക്കുള്ള യാഗമൃഗത്തെയും ഹോമയാഗമൃഗത്തെയും അറക്കുന്ന സ്ഥലത്തു വെച്ച്, വിശുദ്ധിയുടെ ഒരു സ്ഥലത്ത് വെച്ച് ചെമ്മരിയാട്ടിൻമുട്ടനെ അറക്കണം. എന്തെന്നാൽ പാപമുക്തിയാഗം പോലെ തന്നെയാണ് പ്രായശ്ചിത്തയാഗവും. അത് പുരോഹിതനുള്ളതാണ്. അത് അതിവിശുദ്ധ വസ്തുവാണ്. പുരോഹിതൻ പ്രായശ്ചിത്തയാഗമൃഗത്തിൻ്റെ രക്തത്തിൽ നിന്നെടുത്ത് ശുദ്ധീകരിക്കപ്പെടേണ്ടവൻ്റെ വലത്ത് കീഴ്ക്കാതിലും വലത്ത് കൈയുടെ തള്ളവിരലിലും വലതുകാലിൻ്റെ പെരുവിരലിലും പുരട്ടണം. അനന്തരം പുരോഹിതൻ 1 ലോഗ് എണ്ണയിൽ നിന്ന് അല്പമെടുത്ത് പുരോഹിതൻ്റെ തന്നെ ഇടത്ത് കൈക്കുമ്പിളിൽ ഒഴിക്കണം. പുരോഹിതൻ തൻ്റെ ഇടത്ത് കൈക്കുമ്പിളിലുള്ള എണ്ണയിൽ വലത്തു കൈവിരൽ മുക്കി എണ്ണയിൽ നിന്ന് തൻ്റെ വിരൽ കൊണ്ട് 7 പ്രാവശ്യം കർത്തൃസന്നിധിയിൽ തൂകണം. തൻ്റെ ഉള്ളം കൈയിൽ ശേഷിക്കുന്ന എണ്ണയിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടേണ്ടവൻ്റെ വലത്ത് കീഴ്ക്കാതിലും വലത്ത് കൈയുടെ തള്ളവിരലിലും വലത്തുകാലിൻ്റെ പെരുവിരലിലും പ്രായശ്ചിത്തയാഗത്തിൻ്റെ രക്തത്തിനു മീതെ പുരട്ടണം. പുരോഹിതൻ്റെ ഉള്ളം കൈയിലുള്ള എണ്ണയിൽ ശേഷിക്കുന്നത് ശുദ്ധീകരിക്കപ്പെടേണ്ടവൻ്റെ ശിരസിൽ അവൻ പുരട്ടണം. അങ്ങനെ പുരോഹിതൻ കർത്തൃസന്നിധിയിൽ അവനെ പ്രതി പരിഹാരം ചെയ്യണം. പുരോഹിതൻ പാപമുക്തിയാഗം നടത്തി സ്വമലിനതയിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടേണ്ടവനെ പ്രതി പരിഹാരം ചെയ്യണം. അതിനുശേഷമാണ് അവൻ ഹോമയാഗമൃഗത്തെ അറക്കേണ്ടത്. പുരോഹിതൻ ബലിപീഠത്തിൽ ഹോമയാഗവും ധാന്യയാഗവും അർപ്പിക്കണം. അവനെ പ്രതി പുരോഹിതൻ പരിഹാരം ചെയ്യുമ്പോൾ അവൻ ശുദ്ധിയുള്ളവനാകും. എന്നാൽ അവൻ ദരിദ്രനും വിഭവശേഷിയില്ലാത്തവനുമാണെങ്കിൽ തന്നെ പ്രതി പരിഹാരമർപ്പിക്കാൻ പ്രായശ്ചിത്തയാഗമായി നീരാജനത്തിന് 1 ആൺ ചെമ്മരിയാടിനെയും ധാന്യയാഗമായി എണ്ണ ചേർത്ത 1 ഇസറോൻ നേരിയ മാവും 1 ലോഗ് എണ്ണയും എടുക്കണം. കൂടാതെ അവൻ്റെ വിഭവശേഷി അനുസരിച്ച് 2 ചെങ്ങാലികളോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളോ, 1 പാപമുക്തിയാഗമായും മറ്റേത് ഹോമയാഗമായും വേണം. 8-ാം ദിവസം അവൻ തൻ്റെ ശുദ്ധീകരണത്തിനായി കർത്തൃസന്നിധിയിൽ സമാഗമ കൂടാരവാതിൽക്കൽ പുരോഹിതൻ്റെ പക്കൽ അവ കൊണ്ടുവരണം. പുരോഹിതൻ പ്രായശ്ചിത്തയാഗത്തിനുള്ള ആൺ ചെമ്മരിയാടിനെയും 1 ലോഗ് എണ്ണയുമെടുത്ത് കർത്താവിൻ്റെ മുമ്പിൽ അവ നീരാജനമായി ഒഴിയണം. പിന്നെ അവൻ പ്രായശ്ചിത്തയാഗത്തിനുള്ള ആൺ ചെമ്മരിയാടിനെ അറക്കണം. പുരോഹിതൻ പ്രായശ്ചിത്തയാഗമൃഗത്തിൻ്റെ രക്തത്തിൽ നിന്ന് അല്പമെടുത്ത് ശുദ്ധീകരിക്കപ്പെടേണ്ടവൻ്റെ വലത്ത് കീഴ്ക്കാതിലും വലത്ത് കൈയുടെ തള്ളവിരലിലും വലത്തുകാലിൻ്റെ പെരുവിരലിലും പുരട്ടണം. അതിനുശേഷം പുരോഹിതൻ എണ്ണയിൽ നിന്ന് പുരോഹിതൻ്റെ തന്നെ ഇടത്തെ ഉള്ളം കൈയിൽ ഒഴിക്കണം. പുരോഹിതൻ തൻ്റെ ഇടത്തെ ഉള്ളം കൈയിലെ എണ്ണയിൽ നിന്ന് കുറച്ച്
വലത്തു ചൂണ്ടുവിരൽ കൊണ്ട് കർത്തൃസന്നിധിയിൽ 7 പ്രാവശ്യം തൂകണം. പുരോഹിതൻ തൻ്റെ ഉള്ളം കൈയിലുള്ള എണ്ണയിൽ നിന്ന് അല്പം ശുദ്ധീകരിക്കപ്പെടേണ്ടവൻ്റെ വലത്തു കീഴ്ക്കാതിലും വലത്തു കൈയുടെ തള്ളവിരലിലും വലത്തുകാലിൻ്റെ പെരുവിരലിലും പ്രായശ്ചിത്തയാഗ രക്തത്തിൻ്റെ സ്ഥാനത്ത് തന്നെ പുരട്ടണം. പുരോഹിതൻ്റെ ഉള്ളം കൈയിലുള്ള എണ്ണയിൽ നിന്ന് ശേഷിക്കുന്നത് ശുദ്ധീകരിക്കപ്പെടേണ്ടവനെ പ്രതി കർത്തൃസന്നിധിയിൽ പരിഹാരമർപ്പിക്കാൻ അവൻ്റെ തലയിൽ പുരട്ടണം. പിന്നെ അവൻ്റെ വിഭവശേഷി അനുസരിച്ചുള്ളതിൽ നിന്ന് ചെങ്ങാലികളിൽ നിന്നോ പ്രാവിൻ കുഞ്ഞുങ്ങളിൽ നിന്നോ ഒന്നിനെ അവൻ തയ്യാറാക്കണം. കർത്തൃസന്നിധിയിൽ ശുദ്ധീകരിക്കപ്പെടേണ്ടവനെ പ്രതി അവൻ്റെ വിഭവശേഷി അനുസരിച്ചുള്ളതിനെ ഒന്നിനെ പാപമുക്തിയാഗമായും മറ്റേതിനെ ഹോമയാഗമായും ധാന്യയാഗത്തിന് മേൽ പുരോഹിതൻ പരിഹാരം ചെയ്യണം. ഇതാണ് ശുദ്ധീകരണം സംബന്ധിച്ച് വിഭവശേഷിയില്ലാത്ത കുഷ്ഠബാധിതനുള്ള നിയമം. കർത്താവ് മോശയോടും അഹരോനോടും ഇപ്രകാരം വചിച്ചു: ഞാൻ നിങ്ങൾക്ക് അവകാശമായി നൽകുന്ന കാനാൻ ദേശത്ത് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ അവകാശ നാട്ടിലെ ഒരു വീട്ടിൽ ഞാൻ കുഷ്ഠബാധ വരുത്തിയാൽ വീട്ടുടമസ്ഥൻ വന്ന് പുരോഹിതനോട് ഇപ്രകാരം വിവരിക്കണം: വീട്ടിൽ പൂപ്പൽ പോലെ എന്തോ ഞാൻ കാണുന്നു. അപ്പോൾ വീട്ടിലുള്ളവയെല്ലാം മലിനമാകാതിരിക്കേണ്ടതിന് പുരോഹിതൻ പൂപ്പൽ പരിശോധിക്കാൻ ചെല്ലുന്നതിന് മുമ്പേ അവർ വീട് കാലിയാക്കണമെന്ന് പുരോഹിതൻ കൽപ്പിക്കണം. അതിനുശേഷം പുരോഹിതൻ വീട് പരിശോധനയ്ക്ക് ചെല്ലണം. അവൻ പൂപ്പൽ പരിശോധിക്കുമ്പോൾ ഇതാ വീടിൻ്റെ ഭിത്തികളിൽ പൂപ്പൽ, പച്ചയോ ചുമപ്പോ ആയ കുഴികൾ, അവയുടെ ദൃശ്യമോ ഭിത്തിയേക്കാൾ താഴ്ന്നതും. അപ്പോൾ പുരോഹിതൻ വീട്ടിൽ നിന്ന് വീട്ടുവാതിൽക്കലേക്ക് വന്ന് 7 ദിവസത്തേക്ക് വീട് അടച്ചിടണം. 7-ാം ദിവസം പുരോഹിതൻ തിരിച്ചെത്തി പരിശോധിക്കുമ്പോൾ ഇതാ പൂപ്പൽ വീടിൻ്റെ ഭിത്തികളിൽ പടർന്നിരിക്കുന്നു. അപ്പോൾ പുരോഹിതൻ കൽപ്പിക്കുകയും അവർ പൂപ്പലുള്ള കല്ലുകൾ പൊളിച്ച് അവ പട്ടണത്തിന് പുറത്ത് മലിനമായ ഒരു സ്ഥലത്തേക്ക് എറിയുകയും വേണം. അനന്തരം ഉള്ളിൽ നിന്ന് വീട് ചുറ്റും ചുരണ്ടുകയും ചുരണ്ടിയ പൊടി അവർ പട്ടണത്തിന് പുറത്ത് മലിനമായ ഒരു സ്ഥലത്തേക്ക് തള്ളുകയും ചെയ്യണം. ആ കല്ലുകളുടെ സ്ഥാനത്ത് വേറെ കല്ലുകൾ എടുത്തു വയ്ക്കുകയും വേറെ ചാന്തെടുത്ത് വീട് തേയ്ക്കുകയും വേണം. കല്ലുകൾ ഇളക്കിയെടുത്ത് വീട് ചുരണ്ടി തേച്ച ശേഷം വീട്ടിൽ വീണ്ടും പൂപ്പൽ പൊടിച്ചു വന്നാൽ പുരോഹിതൻ ചെന്ന് പരിശോധിക്കണം. ഇതാ പൂപ്പൽ വീട്ടിൽ പടർന്നിരിക്കുന്നു എങ്കിൽ അത് ഭവനത്തിലെ ദോഷകരമായ കുഷ്ഠമാണ്, അത് മലിനമാണ്. ആ വീട് ഇടിച്ചു പൊളിച്ച് അതിൻ്റെ കല്ലുകളും തടികളും വീടിൻ്റെ പൊടി മുഴുവനും പട്ടണത്തിന് പുറത്ത് മലിനമായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. വീട്ടിലേക്ക് അതടച്ചിട്ടിരിക്കുന്ന ഏതെങ്കിലും ദിവസങ്ങളിൽ പ്രവേശിക്കുന്നവൻ വൈകുന്നേരം വരെ മലിനനായിരിക്കും. ആ ഭവനത്തിൽ ശയിക്കുന്നവൻ തൻ്റെ വസ്ത്രങ്ങൾ കഴുകണം. ആ വീട്ടിൽ വെച്ച് ഭക്ഷിക്കുന്നവനും തൻ്റെ വസ്ത്രങ്ങൾ കഴുകണം. എന്നാൽ പുരോഹിതൻ വന്നെത്തി പരിശോധിക്കുമ്പോൾ ഇതാ വീട് തേച്ച ശേഷവും വീട്ടിൽ പൂപ്പൽ പടർന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ പുരോഹിതൻ ആ വീട് ശുദ്ധമെന്ന് പ്രഖ്യാപിക്കണം. എന്തെന്നാൽ പൂപ്പൽ വിട്ടൊഴിഞ്ഞിരിക്കുന്നു. ആ വീട് ശുദ്ധീകരിക്കാനായി അവൻ 2 പക്ഷികൾ, ദേവദാരുത്തടി, ചെമന്ന നൂൽ, ഹിസ്സോപ്പ് എന്നിവ എടുക്കണം. ഒരു പക്ഷിയെ ഉറവവെള്ളത്തിനു മീതെ മൺപാത്രത്തിലേക്ക് അറക്കണം. അനന്തരം അവൻ ദേവദാരുത്തടി, ഹിസ്സോപ്പ്, ചെമന്ന നൂൽ, ജീവനുള്ള പക്ഷി എന്നിവയെടുത്ത് അറക്കപ്പെട്ട പക്ഷിയുടെ രക്തത്തിലും ഉറവവെള്ളത്തിലും മുക്കി വീട്ടിലേക്ക് 7 പ്രാവശ്യം തൂകണം. അങ്ങനെ അവൻ പക്ഷിയുടെ രക്തം, ഉറവവെള്ളം, ജീവനുള്ള പക്ഷി, ദേവദാരുത്തടി, ഹിസ്സോപ്പ്, ചെമന്ന നൂൽ എന്നിവ കൊണ്ട് വീട് ശുദ്ധീകരിക്കണം. അനന്തരം ജീവനുള്ള പക്ഷിയെ പട്ടണത്തിനു പുറത്ത് തുറസായിടത്തേക്ക് പറത്തിവിടണം. അങ്ങനെ ആ വീടിനെ പ്രതി പരിഹാരം ചെയ്യണം. അപ്പോൾ അത് ശുദ്ധമാകും. സകല കുഷ്ഠബാധയ്ക്കുമുള്ള നിയമം ഇതാണ്: ചിരങ്ങിനും വസ്ത്രത്തിൻ്റെയും ഭവനത്തിൻ്റെയും കുഷ്ഠത്തിനും തടിപ്പിനും പരുവിനും പാണ്ടിനുമുള്ളത്. മലിനതയുടെ ദിനം സംബന്ധിച്ചും ശുദ്ധിയുടെ ദിനം സംബന്ധിച്ചും തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടി കുഷ്ഠത്തെക്കുറിച്ചുള്ള നിയമം ഇതാണ്.